ബെന്നി തോമസിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അത് അദ്ദേഹം തന്നെ പറയും. ഞാൻ 1990-ലാണ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത്. സൗദി അറേബ്യയിലാണ് പോയത്. സൗദി അറേബ്യയിൽ ദമാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല വിസകളിൽ മാറി റിയാദിലായിരുന്നു. റിയാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് സ്പോൺസറുടെ പേരിൽ. അതൊരു 7 വർഷത്തോളം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2015 മുതൽ 2022 വരെ സ്പോൺസറായിരുന്നു സൗദി. പുള്ളിക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരിലാണ് അവിടെ ബിസിനസ് അന്നേരം ചെയ്തുകൊണ്ടിരുന്നത്. സ്പെയർ പാർട്സിൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അത് പുള്ളി പെട്ടെന്ന് അസുഖം ബാധിച്ചിട്ട് മരിച്ചു. അങ്ങനെ 2 വർഷത്തോളം ഇത് അയാളുടെ മകനാണ് പിന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോഴത്തേനും മകനെ കാണാനില്ല. അയാളുടെ വീട്ടിലും അവരുടെ സ്പോൺസറുടെ വീട്ടിലെല്ലാം പോയി ചെന്ന് അന്വേഷിച്ചിട്ടൊന്നും അയാൾ വരും എന്നും പറഞ്ഞിട്ട് 2 വർഷം ഒരു 2-3 മാസം നോക്കിയിട്ടും അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരമാണ് അയാൾ എന്തോ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടിട്ട് എന്തോ അയാൾക്ക് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയിൽ വിദേശത്തു നിന്നാണ് അങ്ങനെ അയാളുടെ ചേട്ടൻ പറഞ്ഞത്. അവർ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവരും നമ്മളോട് കുറേ പിന്നെ ക്യാഷൊക്കെ മേടിച്ചു. അങ്ങനെ ആ ഷോപ്പൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ 2022 ആയപ്പോഴത്തേന് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു പേരാവൂർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു 55 ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു. അത് ആ പൈസയും കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് ചിട്ടികളും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടാണ് നമ്മളെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഞാൻ ജോലി ചെയ്തിട്ടാണ് ഈ വീട് സ്ഥലവും മേടിച്ച് വീടും സ്ഥലമൊക്കെ മേടിച്ച് 2013 പണിത വീടാണ് ഇത്. അതിന് ശേഷമാണ് ഇങ്ങനെ അതുകൊണ്ട് 2-2.5 കോടി രൂപയുടെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം അങ്ങനെ ഷോപ്പ് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ തിരിച്ച് നാട്ടിൽ വന്നപ്പം ബാങ്കിൻ്റെ ലോൺ പിന്നെ EMI ഒന്നും അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരു 3-4 ദിവസം നിന്നപ്പോഴത്തേന് വീട്ടിലെല്ലാം സാമ്പത്തിക പ്രശ്നം, സ്ഥലങ്ങളുണ്ടായിരുന്നു, സ്ഥലം വിറ്റു. താഴെ ഒരു ഷോപ്പുണ്ടായിരുന്നു, ആ ഷോപ്പ് കൊടുത്തു. അങ്ങനെ കുറേ കടങ്ങൾ വീട്ടി. അങ്ങനെ ബാങ്കിലും കുറച്ച് EMI 2022 അടച്ചായിരുന്നു. പിന്നെ 2-3 വർഷം അടയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു 2 വർഷമായിട്ട് ഭാര്യയ്ക്ക് സുഖമില്ലാതെ, ഭാര്യ ഇപ്പം ക്യാൻസറിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റിലാണ്, ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ബാങ്കുകാർ കൊണ്ടിട്ട് നോട്ടീസ് ഇവിടെ ഒട്ടിച്ചു. അപ്പോൾ ഈ വീട്ടിൽ 1-1.5 വർഷമായിട്ട് ആരും താമസമില്ല. അങ്ങനെ 2 വർഷമായിട്ട് ഞാനിത് വിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പല മീഡിയയിലും നമ്മുടെ ഇരട്ടി ഗ്രൂപ്പും അങ്ങനെയുള്ള കണ്ണൂർ അങ്ങനെ പ്രോപ്പർട്ടി സാറെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം ഇട്ട് ബ്രോക്കർമാരെല്ലാം ഏൽപ്പിച്ച് വിൽപ്പന നടക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിലൊരു ബാങ്കിലെ കടയിലും വീട്ടുവാണെങ്കിൽ അത്ര ആശ്വാസമുള്ളതെന്ന് വെച്ചിട്ട് 1.25 കോടി ചോദിച്ച ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. പിന്നെ അത് ഒന്നാക്കിയിട്ട് ഒരു 90,000 കൊടുക്കാൻ നോക്കിയിട്ടൊന്നും വിൽപ്പന നടന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂപ്പൺ 1500 രൂപ നിരക്കില്ല 10,000 കൂപ്പൺ ഇഷ്യൂ ചെയ്തിട്ട് എല്ലാവരുടെയും നാട്ടുകാരുടെയും നമ്മുടെ നാട്ടുകാരും കേരളത്തിലുള്ളവരും എല്ലാവരെയും സഹകരിക്കണം എന്ന് പറഞ്ഞ് കുറേ മാധ്യമങ്ങളൊക്കെ വന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാലും ഒന്ന് വിജയപ്രദമാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇത് അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ? അതെ, അവസാനത്തെ ഒരു മാർഗ്ഗവും ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങിയത്. അപ്പം ആദ്യമേ വിചാരിച്ചത് പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചു. ഇപ്പം അതിൻ്റെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ടാസ്ക്കാണ്. നല്ലൊരു 10,000 കൂപ്പൺ എത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് ഒരു 8,000 കൂപ്പണാണ്. അപ്പോൾ അടുത്ത മാസത്തേന് 25-ാം തീയതിയാണ് വെച്ചത്. അത് ആ 25-ന് പോലും ഈ 8,000 കൂപ്പൺ കവർ ചെയ്ത് എന്നാൽ എനിക്ക് ഇതിൻ്റെ കൂടെ 2-3 പ്രൈസും ഉണ്ട്. ഒരു സെക്കൻഡ് പ്രൈസ്, ഒരു താർ യൂസ്ഡ് ജീപ്പ്. അതൊന്നും എൻ്റേതല്ല. ഒരു വീട് മാത്രം 1 സമ്മാനമായിട്ട് കൊടുത്താലും ഇത് ആൾക്കാർക്കൊരു പിന്നെ ഇത് വരത്തില്ലോ എന്ന് വെച്ചിട്ടാണ് 2-3 പ്രൈസ് കൊടുക്കും. ഒരു ചെറിയ കാറുണ്ട്, അതും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ് ഒരു താർ യൂസ്ഡ് കാറും, പിന്നെ തേർഡ് പ്രൈസ് എൻ്റെ കാറും, ഒരു ചെറിയ കാറുണ്ട്, ഒരു മാരുതി സല്ലാരിയോ. പിന്നെ 4th പ്രൈസ് ഒരു പുതിയ ബുള്ളറ്റും കൂടെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇത് നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂപ്പണൊക്കെ കിട്ടുക? അപ്പോൾ നമ്മൾ കൊടുത്താക്കുന്ന വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അതിലൊരു വോയിസ് മെസ്സേജോടെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അത് ഞാൻ അതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട്. അത് പ്രകാരം ഓൺലൈനിൽ പിന്നെ UPI പേയ്മെൻറ്റോ അക്കൗണ്ട് പേയ്മെൻറ്റോ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം. എന്നിട്ട് പിന്നെ അവരുടെ ഡീറ്റെയിൽസും കൂടെ തരുമ്പോൾ ആ ഡീറ്റെയിൽസ് എഴുതിയ കൂപ്പൺ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ കൂടി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നറുക്കെടുപ്പ് ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് മെയ് 25-നാണ്. പക്ഷേ മെയ് 25-ന് നമ്മുടെ ടാർഗറ്റ് 10,000 കൂപ്പണാണ് ഞാൻ മൊത്തം ഇഷ്യൂ ചെയ്താക്കുന്നത്. പക്ഷേ 8,000 കൂപ്പണേലും സെയിലാകണം. കാരണം എന്താ വെച്ചാൽ ബാങ്കിൽ തന്നെ 86 ലക്ഷം രൂപയാണ്. പിന്നെ ഈ 2-3 പ്രൈസ് മേടിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ അത് തന്നെ ഒരു 1 കോടി രൂപയോളാവും. അപ്പം 8,000 കൂപ്പൺ സെയിലായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നടത്താൻ കഴിയത്തുള്ളൂ. 1,500 രൂപയ്ക്ക് വീടും സ്ഥലവും എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തെങ്കിലും തട്ടിപ്പാണോ എന്നുള്ളൊരു സംശയം ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംശയിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ കുറേ പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ മീഡിയകളൊക്കെ കവർ ചെയ്തപ്പോൾ അവർ ഞാൻ തന്നെയാണോ, ഇത് യഥാർത്ഥ ഒറിജിനലാണോ, ഫേക്കാണോ, ഫ്രോഡാണോ എന്നൊക്കെ അവരുടെ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ചെയ്യുന്നതാണ്, നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്, ഇനി ഇതിൽ കൂടുതലും വേറെ ഒരു കച്ചത്തുരുമ്പ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ നമ്മുടെ ഭാഗ്യപരീക്ഷണത്തോടൊപ്പം മറ്റൊരു കുടുംബം കൂടി രക്ഷപ്പെടട്ടെ എന്താണ്? അത് തന്നെ നമ്മുടെ ഭാഗ്യപരീക്ഷണത്തോടെ പിന്നെ ബാങ്ക് ജപ്തി ചെയ്ത് പോകുന്നതിലും ഭേദം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു 1,500 രൂപയ്ക്ക് ഒരു വീട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടുകാരും നമ്മുടെ മലയാള മണ്ണിലെ എല്ലാ ആൾക്കാരും ഇതിൽ സഹകരിക്കണമെന്നും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.